അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ കുട്ടി സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. പൊന്നുവിൻ്റെ ഇന്നത്തെ വിശാലമായ ഉറക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണുമല്ലോ. പൊന്നുവിന് ഇന്ന് ക്ലാസ്സില്ലാത്തൊരു ദിവസമായിരുന്നേ. പൊതുവേ ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ പൊന്നു താമസിച്ചാണ് കേട്ടോ എണീക്കാറ്. ഞാനും വിചാരിക്കും കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റാക്കി പൊടിയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തിരുന്നപ്പോഴാണ് കേട്ടോ പൊന്നു എണീറ്റ് വന്നത്. പൊന്നുവിൻ്റെ സ്കൂളിൽ വെനസ്ഡേ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് അവർക്ക് ഹോളിഡേ ആണ്. രാവിലെ തന്നെ ആളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് കേട്ടോ എനിക്കൊരു കൊറിയർ റിട്ടേൺ ഉണ്ടായിരുന്നത്. അങ്ങനെ അതും കൊടുത്തിരുന്നപ്പോൾ രണ്ടാളും കൂടെ സ്റ്റിക്കറിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടേ. അങ്ങനെ രണ്ടാളും അതൊക്കെ നോക്കിയിട്ട് സ്വന്തമായിട്ട് കയ്യിൽ ഒട്ടിക്കുന്നുണ്ടായിരുന്നേ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഹെൻസ് ബേബിക്ക് മനസ്സിലായില്ലെങ്കിലും ആളും ഇതിൻ്റെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നേ. ശേഷം ഹെൻസ് ബേബീനെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഹെൻസ് ബേബിയുടെ ഭാവമാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ആൾ പെട്ടെന്ന് ഉറങ്ങുന്നേ. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് ആൾ ചോക്ലേറ്റ്സിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. അങ്ങനെ രണ്ടാളും പിന്നീട് മാമിച്ചിമാർ ഇന്നലെ കൊണ്ടുവന്ന ചോക്ലേറ്റ്സിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. ആ ചോക്ലേറ്റ്സ് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ ഷുഗർ ക്രേവിങ്സ് എവിടുന്നോ ഓടി ഇങ്ങ് വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും എല്ലാ ചോക്ലേറ്റ്സും ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാൾക്ക് ലഞ്ചൊക്കെ കൊടുത്തിട്ട് ഞാനും ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പൊന്നൂസിൻ്റെ കാലിലെ സോക്സ് അലർജിക്ക് നമ്മൾ കൈയോടെ മെഡിസിൻ എടുത്തെങ്കിലും അത് കംപ്ലീറ്റ് മാറിയില്ലായിരുന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നീട് ചെറിയ ചെറിയ കുമിളകളായി ഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാലിൽ. അപ്പം ഞാൻ കരുതി അത് കൈയോടെ തന്നെ ഡെർമറ്റോളജി ഒന്ന് കാണിക്കാമെന്നേ. എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് സ്കിൻ ഇൻഫെക്ഷൻ വന്നാലും ഞാൻ കാണിക്കുന്ന ഒരു ഡോക്ടറാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ പൊന്നുവിനെയും ഞാൻ ഈ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ കൊണ്ടുവന്നത്. ഈ ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിയിലാണ് കേട്ടോ എൻ്റെ സിസ്റ്ററിലോ വർക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹെൻസ് ബേബി ആയിട്ടോ ഹോസ്പിറ്റലിലേക്ക് അകത്തേക്ക് കയറി ചെന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞുകൊണ്ട് എൻ്റെ സിസ്റ്ററിലോ വന്ന് ആളെയും കൊണ്ടങ്ങ് പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഹെൻസ് ബേബി അത്ര പരിചയമില്ലാത്ത ആളുകൾ എടുത്താൽ കരയാറാണ് കേട്ടോ പതിവ്. പക്ഷേ ഇവിടെ എന്ത് മാജിക്കാണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല കേട്ടോ. അവരെല്ലാവരും മാറി മാറി ഹെൻസ് ബേബി എടുത്തുകൊണ്ട് നടന്നുകൊണ്ട് തന്നെ അവരിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നതേ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ മനസ്സിലാ മനസ്സോടെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല മഴയായിരുന്നേ. തിരിച്ചു വന്നപ്പോഴും അതേ മഴയായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നിങ്ങളെ കൂടെ കാണിച്ചു തരുന്നത്. കുട്ടികൾ മഴയിൽ നനഞ്ഞ് സൈക്കിൾ ചവിട്ടി പോകുന്നത്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഫാൻസി ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ. അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ എൻ്റെ പൊന്നൂസ്. അതുകൊണ്ട് തന്നെ അവിടുത്തേക്ക് കുറച്ച് കവായ സ്റ്റിക്കേഴ്സ് ആൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മഴ നനഞ്ഞ് ഓട്ടോയിൽ കയറിയത് കൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ള ക്രേവിങ്സ് വീണ്ടും ഉണ്ടായി. അങ്ങനെ ഞാൻ സ്നാക്സ് വാങ്ങിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിനെ